ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, വൈകുന്നേരം സ്നാക്ക് റെസിപ്പിയാണ്. കണ്ടാലേ അറിയാലോ, ഉന്നക്കായ. അതായത് മലബാർ റീജിയനിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കിടു ടേസ്റ്റ് ആണ് കേട്ടോ. എങ്ങനെയാ പറയാ, അത്രേ രുചിയാണ്. എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം വേണ്ട, ഒരു ആവറേജ് പഴുത്തത് മതി. അപ്പൊ നമ്മൾ ഈ ഉള്ളിലുള്ള അരി നമ്മൾ കളയണം. അപ്പോൾ പുഴുങ്ങിയതിന് ശേഷം അത് ചൂടാക്കി കളയണേക്കാളും ഭേദം പുഴുങ്ങണ മുമ്പ് കളയണതാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നിയ കാരണമാണ് ഞാനിത് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പുഴുങ്ങി ഒന്ന് ചൂടൊക്കെ നോക്കിയിട്ട് അത് കളയാം. സോ ഇത് കുറച്ചും കൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നിയേ. എന്നിട്ട് അത് നമുക്ക് സാധാരണ നമ്മൾ ആവിയിൽ പുഴുങ്ങി എടുക്കണ പോലെ തന്നെ ഒരു 5 മിനിറ്റിൽ നടുവേ ഇങ്ങനെ കീറിയ കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു ഫില്ലിംഗ് വേണമല്ലോ, നമുക്ക് നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ. നട്ട്സ്, കാഷ്യൂനട്ട്, പിന്നെ ഉണക്കമുന്തിരി. ഇതിൽ വേണമെങ്കിൽ പിസ്തയോ നിങ്ങൾക്ക് ബദാമോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ അരമുറി തേങ്ങ, ഇച്ചിരി ശർക്കര, ഇച്ചിരി പഞ്ചസാര. അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് ഞാൻ രണ്ടും കൂടി ഇട്ടപ്പം നല്ലൊരു ടേസ്റ്റ് വന്നു. പിന്നെ ഏലക്കപ്പൊടി. നിറം മാറേണ്ട ഒന്നും ആവശ്യമില്ല. ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വരയ്ക്കും ഒന്ന് ചൂടാക്കുക, അത്ര തന്നെ. തണുക്കാൻ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ച പഴം മറക്കരുതേ. ഇത് ചൂടാറിയതിന് ശേഷം ഒരു സ്മാഷർ കൊണ്ട് മിക്സി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് വേറെ ഒന്നും ഇതിൽ നമ്മൾ ചേർക്കില്ല. അപ്പൊ പിന്നെ കുറച്ച് വെള്ളമായിട്ട് തോന്നുകയാണെങ്കിൽ അരിപ്പൊടി 1 സ്പൂൺ നമുക്ക് ചേർക്കാം. ഇല്ല, അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഉണ്ടയാക്കി എടുക്കാം കേട്ടോ, തെറ്റില്ല. ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത്, പിന്നെ വേറെ പൊടികളൊന്നും തന്നെ ഇതിലേക്ക് ചേർക്കരുത്. അതാണ് നമ്മുടെ ഔട്ടർ ലൈൻ. അപ്പൊ നമ്മുടെ ഫില്ലിങ്ങും റെഡിയാണ്, പഴം ഡോവും റെഡിയാണ് കേട്ടോ. ഉണ്ടയാക്കിയിട്ട് നടുക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ് വെക്കാനുള്ള സ്പേസ് കൊടുത്ത്, ഉന്നക്കായ അറിയാലോ ആ ഷേപ്പ്, നമുക്ക് പയ്യനെ ഇത് മടക്കി റോൾ ചെയ്ത് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നവർക്കൊക്കെ ഇച്ചിരി പണിയാട്ടോ. പിന്നെ സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഈസി ആയിരിക്കും. എന്നിട്ട് വെളിച്ചെണ്ണ വളരെ കുറവ് എണ്ണയിൽ ചുമ്മാ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. കാരണം ഇതിലൊന്നും വേവാനൊന്നും ഇല്ല, എല്ലാം വെന്ത സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തേക്കണേ. അപ്പൊ ആ നിറം മാറുന്നവർക്ക് ഒന്ന് ഷാലോ ഫ്രൈ, തിരിച്ചും മറിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ സത്യമായിട്ടും മക്കളെ എൻ്റെ അമ്മോ അടിപൊളി ഉന്നക്കായ കേട്ടോ. ഞങ്ങൾ അവസാനം അടിയായി. ഞാൻ വളരെ കുറവേ ഉണ്ടാക്കിയുള്ളൂ എന്നുള്ളൊരു ഖേദം കൂടി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഹെൽത്തി റെസിപ്പിയും ആണ്. പഞ്ചസാരയുടെ പകരം നിങ്ങൾക്ക് ശർക്കരയും ചേർക്കാം. ലവ് യു ഓൾ. സ്റ്റേ ട്യൂൺ ഫോർ മെനി മോർ വീഡിയോസ്. ബൈ.